ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാംസ് ഉള്ളവർ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം ഇതെല്ലാം ജനറൽ PSC ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജഗദീപ് ധൻകർ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ശതവാഹനന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 3, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, A3, B4, C1, D2. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തി 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. ക്വസ്റ്റ്യൻ നമ്പർ 4, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 3, 4, 2, 1. ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയുടെ കലാപം, കുറിച്യ കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 5, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം ആയിരുന്നു. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആഗസ്റ്റസ് സീസർ. ക്വസ്റ്റ്യൻ നമ്പർ 7, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 8, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രുദ്രസാഗർ തടാകം. ക്വസ്റ്റ്യൻ നമ്പർ 9, സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 10, അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ശിലാവൽക്കരണം. ക്വസ്റ്റ്യൻ നമ്പർ 11, ബാന്ധവ്ഗഡ് ദേശീയ ഉദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മധ്യപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 12, സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ദേശീയപാത 1. ക്വസ്റ്റ്യൻ നമ്പർ 13, ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1, 3. ശരിയായ പ്രസ്താവനകൾ: 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 14, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 2 and 3. ശരിയായ പ്രസ്താവനകൾ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. ക്വസ്റ്റ്യൻ നമ്പർ 15, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3. GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികളാണ് വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 16. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ക്വസ്റ്റ്യൻ നമ്പർ 17. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 19. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബി, സി, ഡി ശരി. ശരിയായ പ്രസ്താവനകൾ: കേന്ദ്ര സർക്കാർ 1976 42-ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബി, ഡി ശരി. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 243D. ക്വസ്റ്റ്യൻ നമ്പർ 23. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബി, ഇ, ജി ശരി. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 4, 3, 1, 2. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻ നമ്പർ 25. പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2, 4, 1, 3 ശരി. മണ്ഡൽ കമ്മീഷൻ, രണ്ടാം പിന്നോക്ക കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. ഷാ കമ്മീഷൻ,
അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര അധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗ്രാൻവിൽ ആൻസ്റ്റിൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. എ. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ബി. 2024 ജാനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. സി. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവന കാലം ആരംഭിച്ചു. ഡി. 2029 ജാനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജ്ഞാനേഷ് കുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 28. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1, 3. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബോൾഗാട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 30. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകൾ ആയിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നേ, അതും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 31. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 3. ഇതിൽ ശരിയായ ജോഡികൾ വായിക്കാവേ. മിഠായി, പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 32. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സീറം. ക്വസ്റ്റ്യൻ നമ്പർ 33. മനുഷ്യരിൽ മാംസത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ട്രിപ്സിൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജീവകം B2. ക്വസ്റ്റ്യൻ നമ്പർ 35. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് ഏത് രോഗമാണ് പ്രോട്ടോസാവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മലമ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 36. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജാർഖണ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്ക IBCAയുടെ ആസ്ഥാനം എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 38. ഒരു വസ്തുവിൻ്റെ
ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ദ്രവ്യവുമായി ബന്ധം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 39. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം ഇ ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, E/4. ക്വസ്റ്റ്യൻ നമ്പർ 40. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 10 കിലോഗ്രാം. ക്വസ്റ്റ്യൻ നമ്പർ 41. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഗഗൻയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ക്വസ്റ്റ്യൻ നമ്പർ 43. ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, A2, B4, C1, D3. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം മിഷ്മെറ്റൽ. ലാന്തനൈഡുകളുടെ സങ്കരം ചാൽക്കോജനുകൾ, ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലജനുകൾ, ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 44. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. ശരിയായ പ്രസ്താവന: pH പേപ്പർ ഉപയോഗിച്ച് 1 to 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 45. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1 and 3. ശരിയായ പ്രസ്താവനകൾ: മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. ആറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓർഗാനസൺ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എ, സി. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ വായിക്കാം കേട്ടോ. ഓക്കെ. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു. ദക്ഷിണ ഭാഷാ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ഇത് രണ്ടുമാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 47. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, A, B, D. ശരിയായ പ്രസ്താവനകൾ: മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, A, B, C.
2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന വായിക്കാം കേട്ടോ. ഓക്കെ, ശരിയായ പ്രസ്താവന ഇതാണ്: 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 49. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മാത്രം. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ ശരിയായവ വായിക്കാവേ. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ, എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ ഇതിൻ്റെ മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാലും മാക്സിമം വേഗം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 52 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 53 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 54 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 55 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 56 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 57 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 58 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 59 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 60 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഇനിയുള്ളത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ 10 ചോദ്യങ്ങളാണ് അടുത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 61 ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്സ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ്. ക്വസ്റ്റ്യൻ നമ്പർ 62 ഐ ആം എ പോലീസ്മാൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആറിൻ്റെ ഐ. ക്വസ്റ്റ്യൻ നമ്പർ 63 ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്റ്റോപ്പ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 64 ഇഫ് യു സ്റ്റാർട്ട് early യു ഡാഷ് റീച്ച് ഇൻ ടൈം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വില്ല്. ക്വസ്റ്റ്യൻ നമ്പർ 65 ലെറ്റ്സ് നോട്ട് yield dash temptation. Correct answer option C 2. Question number 66 all the assignments should be submitted on time dash they will not be evaluated. Correct answer option B otherwise. Question number 67 you had better dash that music down before your dad gets angry. Correct answer option D turn.
Question number 68. She takes after her father. The phrasal verb takes after in the given sentence means. Correct answer option A, resembles. Question number 69. I write dash every day. Correct answer option B, diary. ഡയറിയുടെ സ്പെല്ലിങ് നോക്കി വെച്ചോണം. ഈ ഡയറിയുടേത് എന്താ, ഡയറി എഴുതുക എന്ന് പറയുമ്പോൾ ആ ഡയറിയുടെ സ്പെല്ലിങ് DIARY. Question number 70. The synonym for cease is dash. Correct answer option D, stop. അടുത്ത 10 ചോദ്യങ്ങൾ മലയാളം ഗ്രാമറിൽ നിന്നുള്ളതാണ്. Question number 71. പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മനസാന്നിധ്യം. Question number 72. ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജാനകി. Question number 73. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തയ്യാറാവുക. Question number 74. ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, യഥേഷ്ടം. Question number 75. താഴെ പറയുന്നതിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അനലൻ. കാറ്റിന്റെ പര്യായ പദങ്ങളാണ് പവനൻ, മാരുതൻ, അനിലൻ. Question number 76. ചേർത്തെഴുതുക. സത് പ്ലസ് ജനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സജ്ജനം. Question number 77. വിപരീത പദം എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ശാന്തം. ഉഗ്രത്തിന്റെ വിപരീത പദം ശാന്തം. ഉഗ്രം വിപരീതം ശാന്തം. Question number 78. പിരിച്ചെഴുതുക. നെന്മണി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നെൽ പ്ലസ് മണി. Question number 79. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അലിംഗ ബഹുവചനം. Question number 80. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലേഖിക. ലേഖകൻ സ്ത്രീലിംഗം, ലേഖിക. Question number 81. ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, തടി ഉൽപാദനം. വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത് തടി ഉൽപാദനം. വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങളാണ് മണ്ണു സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം. ഓക്കെ. Question number 82. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വിഭാഗം അല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ടൈഗ വനം. Question number 83. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. Question number 84. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. Question number 85. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ICFRE. Question number 86. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കാർബൺ സംഗ്രഹണം. Question number 87. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, റിസർവ് ഫോറസ്റ്റ്. സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് റിസർവ് ഫോറസ്റ്റ്. സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്. ഓക്കെ. Question number 88. MABയുടെ പൂർണ്ണ രൂപം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. Question number 89. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നീലഗിരി മാർട്ടിൻ.
ക്വസ്റ്റ്യൻ നമ്പർ 90. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 91. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2012. ക്വസ്റ്റ്യൻ നമ്പർ 92. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക റെഡ് ലിസ്റ്റിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അപകടാവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇന്ത്യയിൽ എത്ര റംസാർ പ്രദേശങ്ങളുണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 89. ക്വസ്റ്റ്യൻ നമ്പർ 94. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ചാപ്റ്റർ 6. ക്വസ്റ്റ്യൻ നമ്പർ 95. ഇന്ത്യൻ വന നിയമം 1977 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 13 ചാപ്റ്റർ 96 സെക്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 96. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1980. ക്വസ്റ്റ്യൻ നമ്പർ 97. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2013. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്നത് 2013. ക്വസ്റ്റ്യൻ നമ്പർ 98. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: സംരക്ഷിത വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 ആണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 ആണ്. ഗ്രാമവന വിജ്ഞാപനത്തെ പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 99. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 5 വർഷം 10 ലക്ഷം രൂപ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപയും. അതാണ് ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സൈബർ ടാമ്പറിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്